ഹലോ പ്രിയ നിക്ഷേപകർ. വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. പഠനത്തിന് കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. ആ സമയത്തെ നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. ഏപ്രിൽ 7, 2025. വർഗീകരണം വഴി കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ പെടുന്നു. ഖൽദയെ 64 ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ പ്രാതിനിധ്യമാണ്. ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: -7.5 10 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1.8 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് 1.9 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ -7.5 പോയിന്റിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും. കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു. 661.9% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 6.1%. ഇത് വ്യക്തമായി ഒന്നും പറയുന്നില്ല, പക്ഷേ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം $0.53 ബില്യൺ ആണ്. $655 ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം. 0.081% വിഹിതമാണ്. ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണിത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.02 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $191 ബില്യൺ ആണ്. 0.012% വിഹിതമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം നടത്തിയ ശേഷം നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 0.081%. പുസ്തക മൂല്യം 0.012%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 85% കുറവാണ്. ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. വിശകലനം ചെയ്ത കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $0.1 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 60%. കമ്പനിയുടെ കടബാധ്യതകൾക്കുള്ള റേറ്റിംഗ് സഹിക്കാവുന്ന 0 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം 0 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 24.8 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ വളരെ മോശമാണ്. ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭസൂചകങ്ങളിലേക്കുള്ള മാർക്കറ്റ് വിലയുടെ വിലയിരുത്തൽ വളരെ മോശം, -2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$38 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ വിലയ്ക്ക് വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 32.2 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.7 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 1794% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $20 മില്യൺ ആണ്. വരാനിരിക്കുന്ന 12 മാസത്തെ പ്രവചന വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ്.
ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന അളവുകളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. മാർജിൻ -232.9%. ഉപവിഭാഗത്തിൽ ശരാശരി 6.8%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 239.8%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗം ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 0.009%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 800% കുറവാണ്. ഇത് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു. മറിച്ച് പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക $5,937,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $646,000 ഉണ്ട്. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 819%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഓരോ ജീവനക്കാരന്റെയും ലാഭം -$430.3 ഉപവിഭാഗത്തിന്റെ ശരാശരി $26.1 കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 1550%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം കണക്കാക്കുന്നത് സഹിക്കാവുന്നത് -0.5 പോയിന്റ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതം $184,000 ആണ്. ഉപവിഭാഗം പ്രകാരം $382,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 108%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് കണക്കാക്കൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 12% വരും. ഉപവിഭാഗ ശരാശരി 2%. ഇതാണ് ഒരു ചെറിയ ഞെക്കലിന്റെ മൂല്യനിർണ്ണയം. സാങ്കേതിക സൂചകം YE14 കമ്പനിക്ക് 49% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ YE ലെവൽ 14 35%. സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികളുടെ മൂല്യം കമ്പനിയുടേതിനേക്കാൾ കുറവാണ്. കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം $6.16 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $13.32 ആണ്. നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 116%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഒരു നിശ്ചിത സീസണിൽ ഇൻഫർമേഷൻ സിസ്റ്റം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി സഹായ സംവിധാനം ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഓരോ ഷെയറിനും $6.17 എന്ന നിരക്കിൽ ഒരു ഓർഡർ തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ സമീപനം ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 3.81 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 8.53 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 മെയ് 07 ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ. ടിക്കർ KWLW ആണ് പ്രധാന വാങ്ങൽ ഓർഡർ. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് 1. രണ്ടാമത്തെ ഓർഡർ നിലവിലെ തലത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു.
ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും വളരെ നന്ദി. ജയ് കഴുകരുത്.